എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസയില്ല. ബോസ്റ്റ് ഓൺലി ഇൻ ദി ക്രോസ് ഓഫ് ദ ലിവിങ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രൂശിൽ മാത്രമേ എനിക്ക് പ്രശംസിക്കാനുള്ളൂ എന്ന് പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർ ലേഖനത്തിനകത്ത് 6:14 ഇങ്ങനെ, എനിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ദർശനമുണ്ടായൊരു വ്യക്തിയാണ് പൗലോസ്. ക്രിസ്തുവിനോട് അത്രമാത്രം വ്യക്തിപരമായ ബന്ധം പുലർത്തിയ ഒരാളാണ്. 3-ാം സ്വർഗം കണ്ട വ്യക്തിയാണ് പൗലോസ്. ദൈവത്തെ ആര് നേരിട്ട് കണ്ടോ അവർ മാറും. നേരിട്ട് കാണാത്തവരെ എന്നാ കാണിച്ചാലും ഒരു ഗുണവുമില്ല. ചുമ്മാ അത് അവസരത്തിനനുസരിച്ച് ഒരു ദിവസം നല്ലതായിരിക്കും, പിറ്റേ ദിവസം മാറും. മാറ്റമില്ലാത്ത സ്നേഹം അനുഭവിച്ചവന് ദൈവത്തിൽ നിന്ന് മാറാനൊക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് മാറിപ്പോവെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ, ദൈവത്തെ നേരിട്ട് നീ കണ്ടിട്ടുണ്ടെങ്കിൽ മാറൂല. ചുമ്മാതെ ദൈവങ്ങളെ യേശുവിൻ്റെ രൂപത്തിനെ കണ്ടിട്ട് യേശുവാണെന്ന് വിചാരിച്ചാൽ നീ മാറും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി രക്ഷപ്പെട്ടിട്ട് ഒരു ഗുണവുമില്ല. സ്നാനമെടുത്തെന്നും പറഞ്ഞ് യേശുവിന് വേണ്ടി അല്ല ചെയ്തെങ്കിൽ അതും പ്രയോജനമില്ല. ക്രിസ്തു ഹൃദയത്തിനകത്ത് യഥാർത്ഥത്തിൽ ഒരുവൻ യേശുവിനെ നേരിട്ട് കണ്ടു എങ്കിൽ, ഹൃദയം കൊണ്ട് അവനെ വിശ്വസിച്ചു വാകൊണ്ടേറ്റു പറഞ്ഞു എങ്കിൽ, അവൻ യേശുവിനെ സ്വീകരിച്ചവന് ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. കാരണം യേശു പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ ഞാൻ സൂക്ഷിക്കും, എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിച്ചുകൊണ്ട് പോകത്തില്ല. ബട്ട് ആർ യു റിയലി ട്രൂ എന്ന് വിശ്വസ്തയോടാണ് ആദ്യം കയറിയത്. വിശ്വസ്തതയല്ലാത്തവൻ കുറച്ച് കഴിയുമ്പോൾ പറയത്തില്ലേ, ചില പ്രാർത്ഥനാ കൂട്ടങ്ങൾ തുടങ്ങുമ്പോൾ ആളുകൾ പറയത്തില്ലേ, ഓ അവർ തുടങ്ങിയിട്ടുണ്ട്, അവരിപ്പം ദൈവമാണ്. അപ്പോൾ മറ്റേ പറയും, അവർ തുടങ്ങിയത് ആത്മാവിലാണെങ്കിൽ നിലനിൽക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിന്നുപോകും. കറക്റ്റ്. പരിശുദ്ധാത്മാവിലാണ് നീ തുടങ്ങിയതെങ്കിൽ അത് നടത്തേണ്ട ജോലി പരിശുദ്ധാത്മാവിനെയാണ്. നമ്മൾ സൗദി അറേബ്യയിൽ ഏകദേശം 30 വർഷം മുമ്പ് പോയതാണ്. സൗദി അറേബ്യയിൽ അവിടെ അന്ന് തുടങ്ങിയ പ്രാർത്ഥന, സൗദിയിൽ നിന്ന് നമ്മൾ പോരാൻ നേരത്തെ ആദ്യമേ അരാംകോയിലായിരുന്നു. അവിടുന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ചോദിച്ചിട്ട് തന്നെയാണ് സൗദി അങ്ങേയറ്റത്തെ സുഖം, അരാംകോയിൽ ഇല്ലാത്ത ഒരു സുഖമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു ആർട്ടിഫിഷ്യൽ ലൈഫാണ്, ഇതല്ല യഥാർത്ഥ ജീവിതം. ഒരു പ്രായമുള്ളവരില്ല, ഒരു രോഗമുള്ളവരില്ല, ആകെ കൂടെ പണത്തിൻ്റെ പുറത്ത് എല്ലാ സുഖങ്ങളും നിറഞ്ഞൊരു സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് അരാംകോ. അവിടെ താമസിച്ചപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതല്ല റിയൽ ലൈഫ്, ഇത് ചുമ്മാതെ ഈ വട്ടക്കൂട്ടത്തിനകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാ പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു പ്രയർ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു, നിങ്ങൾ പോയാൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥന നടത്തുന്നത്? അപ്പോൾ നമ്മളാണ് അന്ന് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഉത്തരം അവരോട് പറഞ്ഞു, ഞാനല്ലല്ലോ പ്രാർത്ഥന തുടങ്ങിയത്. പ്രാർത്ഥന തുടങ്ങിയത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥന തുടങ്ങിയതെങ്കിൽ അവിടുന്ന് അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോരുന്നു. അവരെല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു, ഞങ്ങൾ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി. നമ്മൾ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നവർ ഒത്തിരി രാംകോയ്ക്കകത്ത് നല്ല ഫെസിലിറ്റീസ് അവർക്കും കൂടെ ഉപയോഗിക്കാൻ നമ്മൾ മൂലം ഒക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് കൂടാൻ പുറത്ത് പ്രാർത്ഥിച്ച ഭയമുള്ളവരകത്ത് വന്ന് അവിടെയൊന്നും മുത്തവന്മാരോ സൗദിയുടെ പിന്നെ അവരുടെ ഉപദ്രവിക്കുന്നവരകത്ത് കയറി വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അത് പ്രയോജനമായിരുന്നു മറ്റുള്ളവർക്കും കൂടെ. പക്ഷെ ദൈവം അന്ന് ഞങ്ങൾ തിരിച്ചു വന്നു, ഇന്നും ഞങ്ങൾ പോന്നു കഴിഞ്ഞ് വർഷങ്ങളായിട്ട് അത് പിന്നെ ഏറ്റെടുക്കാൻ ആൾ. അങ്ങനെയുള്ള പലരും ഇന്ന് നാട്ടിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു കൂടുന്നത് ഫോണിൽ കൂടെയാണ്. ദൈവം വിശ്വസ്തനാണ്. 30 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് തുടങ്ങിയ പ്രാർത്ഥന ഇന്നും നിലനിൽക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്കോ പ്രശംസിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ ഒന്നുമില്ല എന്ന് പൗലോസ് പറയുന്നത് പോലെ അനുഭവ വെളിച്ചത്തിൽ ക്രിസ്തു അല്ലാതെ ആരും വേറെ ഇല്ല സഹായിക്കാൻ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പൗലോസിന് എങ്ങനെയാണ് ദൈവത്തിൽ മാത്രമേ അല്ലെ ക്രൂശിൽ മാത്രമേ പ്രശംസിക്കാൻ ഒക്കൂ എന്ന് പറയുന്നതിൻ്റെ റീസൺസ് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് പൗലോസ് അത്ര ധൈര്യമായിട്ട് പറഞ്ഞത്? 5 പോയിന്റ്സ് ആണ്. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള വേറൊരാൾ പറഞ്ഞതാണ്. എനിക്കത് വളരെ പ്രയോജനമുള്ളതായെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. പൗലോസിന് യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. എങ്ങനെയാണ് പൗലോസ് യേശുവിനെ നന്നായിട്ട് അറിയുമെന്ന് ചോദിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 22, 24 ഒക്കെ 34 ഒക്കെ വായിക്കുമ്പോൾ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാളാണ്. പൗലോസ് ജീവിച്ച കാലത്ത് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്.
പത്രോസ് കൂടെ നടന്ന് 3.5 കൊല്ലം കർത്താവിൻ്റെ ശിഷ്യനായിട്ട് അടുക്ക നിന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുകയും കിടക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പത്രോസ്. ഒരു സമയത്ത് ദൈവത്തോട് പറഞ്ഞു, ഞാൻ മരിച്ചാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തുന്നു. അപ്പോൾ യേശു ക്രിസ്തു തിരിച്ചു പറഞ്ഞു, അല്ല, ഇന്ന് കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയെന്ന് പറഞ്ഞു. ഇതൊക്കെ ചാർട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിക്കും. ഇപ്പം അത് സംഭവിക്കേണ്ടതായിരുന്നു. കാരണം പത്രോസിൻ്റെ വിശ്വാസം ബലപ്പെടുത്തണമല്ലോ. അപ്പോൾ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം ക്രൂശിക്കുന്നതിന് മുമ്പ് തള്ളിപ്പറയുക തന്നെ ചെയ്തു. അത് ലൂക്കോസിൻ്റെ 22:56 ഇത്. അപ്പോൾ ക്രൂശിലെ ജയാളിയായ ക്രിസ്തുവിനെ പൗലോസ് അറിഞ്ഞത് ദൈവത്തെ നേരിട്ട് കണ്ടിട്ടാണ്. പൗലോസ് ഒരു കാലത്ത് യേശുവിനെ ഉപദ്രവിക്കാതെ യേശുവിനെ ഫോളോ ചെയ്തവരെ പെർസിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവിച്ച് കൊല്ലുന്ന ജോലി ഏറ്റെടുത്തിയ ഒരു വലിയ തീഷ്ണതയുള്ള യഹൂദനായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ ദമസ്കസിലേക്ക് പൗലോസ് ദൈവമക്കളെ ഉപദ്രവിക്കാൻ പോകുമ്പം നട്ടുച്ചയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെട്ട് മുള്ളിനോട് നീ എന്തിനാണ് ഉதைക്കുന്നത് എന്ന് ചോദിച്ച് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് വെളിപ്പാടാണ്. വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഞാനാകുന്നു യേശു ക്രിസ്തു എന്ന് പൗലോസ് നേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ 3-4 കൊല്ലത്തേക്ക് പൗലോസ് സൗദി അറേബ്യയിൽ തനിയെ താമസിച്ചു എന്നാണ് പറയുന്നത്. അവിടെ വെച്ചാണ് പൗലോസ് കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുന്നത്. ഞങ്ങളും സൗദി അറേബ്യയിൽ പോയിട്ട് തന്നെയാണ് വചനം കൂടുതൽ പഠിക്കാൻ. കാരണം അവിടെ ആരുമില്ല. നമ്മൾ വചനവും ആത്മനിറവുള്ളവർ മാത്രമായിട്ട് ഒന്നിച്ചു കൂടാൻ വളരെ സാധ്യതയുണ്ട്. വേറെ ജോലിക്കൊന്നും പോകാൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് വചനം പഠിക്കാനായിട്ട് ദൈവം ആ സമയം ഉപയോഗിപ്പിച്ചു. വളരെ അനുഗ്രഹമായ ബൈബിൾ സ്റ്റഡികൾ ഞങ്ങൾക്ക് പഠിക്കാനും വളരെ തരത്തിലുള്ള ഇവാഞ്ചലിക്കൽ വർക്ക് ചെയ്യാനും ഒക്കെ ദൈവം ആ സമയത്ത് ദൈവം ഒട്ടും സാധിക്കാത്തടത്ത് ദൈവം പൗലോസിനെ കാണിച്ചു കൊടുത്ത ദൈവം ആരെന്നൊക്കെയാണ്, അവൻ രാജാവാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ മനസ്സിലാക്കാനുള്ള കൃപയുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ദൈവമാണ് രാജാതി രാജാവെന്നും ദൈവമാണ് ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ സൃഷ്ടിച്ചതെന്നും അവൻ്റെ ആലോചന പ്രകാരമാണ് നമ്മൾ നടക്കുന്നതെന്നും നമുക്കൊരു ജീവിതത്തിൽ ഒരു വിളിയുണ്ടെന്ന് മനസ്സിലാക്കി അവന് വേണ്ടി നമ്മൾ നിൽക്കും. ഒരു സംശയമില്ല. ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ചഞ്ചലിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേവറിങ് സ്പിരിറ്റാണ്. ഒരു സമയത്ത് പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഓട പോലെയാണെന്ന് പറയും. അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും, ശീതവാനും അല്ല ഉഷ്ണവാനും, അത് ഒരു ഗുണവും ഇല്ല. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു പാപിയെക്കുറിച്ച് നോക്കുമ്പോൾ 2 കള്ളന്മാരുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ കള്ളന്മാരെ ക്രൂസിഫൈ ചെയ്തപ്പോൾ വലതു ഭാഗത്തെ കള്ളനാണ് അനുദപിക്കുന്നത്. ഇടതു ഭാഗത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാണുന്നത് കർത്താവിൻ്റെ നെഞ്ചത്തെ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവൻ്റെ ചോരയും രക്തവും ചീറ്റി പുറത്തോട്ട് വീണു. ആ രക്തത്തിൻ്റെ ഒരു തുള്ളി വലതുഭാഗത്തെ കള്ളൻ്റെ മേൽ വീണ് കാണണമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം വലതുഭാഗത്തെ കള്ളൻ അനുതപിക്കുകയാണ്, ദൈവമേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന്. ഇടതുവശത്തുള്ള കള്ളൻ യേശുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരൊറ്റത്തിന് ഞാൻ പറഞ്ഞ ചൂട് രക്തം ആരുടെയെങ്കിലും ദേഹത്ത് വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ വലതുഭാഗത്തെ കള്ളൻ്റെ മേൽ വീണ് കാണും. എനിക്കത് നന്നായിട്ട് എന്നെ ടച്ച് ചെയ്തു. ദൈവമേ നിൻ്റെ ചൂട് രക്തവും വെള്ളവും താഴോട്ട് വീഴും, അത് ചീറ്റിപ്പാഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരംശം നമ്മുടെ മേൽ വീണാൽ അവൻ്റെ ഒരു തുള്ളി രക്തം കൊണ്ട് പാപം മുഴുവനും കഴുകിക്കളയുന്ന യേശു തന്നെ പറയുന്നുണ്ട്. വേദപുസ്തകത്തിലല്ല, പലരോടും പറഞ്ഞുള്ള സത്യം. അപ്പോൾ യേശുവിൻ്റെ ഒരു ചൂട് രക്തം നമ്മുടെയോ നമ്മുടെ മക്കളുടെ മേലോ വീണാൽ കഴുകപ്പെടാത്ത ഒരു പാപവുമില്ല. അത് നമുക്ക് ചോദിക്കാം. വലതുഭാഗത്തിനുണ്ടായ കള്ളനുണ്ടായ റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട്, അവൻ എന്തൊക്കെ വെളിപ്പാട്, അവൻ രാജാവാണെന്നറിഞ്ഞു രാജ്യത്വം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാടുണ്ടായപ്പോൾ വലതുഭാഗത്തെ കള്ളൻ പറയാണ്, അയ്യോ അവിടുന്ന് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ലൂക്കോസിൻ്റെ സുവിശേഷം 23:42 ആ വാക്യം. പിന്നെ ഈ ദൈവത്തിന്, ഈ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനാണെന്നുള്ള റെവലേഷനുണ്ട്. അവന് മരണമില്ലാത്തവനാണെന്ന് മനസ്സിലായി. 3, യേശുവിന് മറ്റുള്ളവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ചോദിക്കത്തില്ല, കഴിവില്ലാത്ത ഒരാളോട് ചോദിക്കുമോ? കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വലതുഭാഗത്തെ കള്ളൻ പറയുന്നത്, അവിടുന്ന് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന്. പിന്നെ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വലതുഭാഗത്തെ കള്ളനുണ്ടായ വെളിപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, ആരെയാണ് ഞാൻ വിളിക്കുന്നത്,
മരണത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നമ്മൾ. പാപത്തെയും ശാപത്തെയും രോഗത്തെയും തലമുറകളുടെ ശാപങ്ങളും തുടച്ചു നീക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് എൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ആ ദൈവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും നിറഞ്ഞ്, അതായത് കവർ ചെയ്ത് നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ നടത്തും. കർത്താവിൻ്റെ ഈ പുറത്തുള്ള വിണ്ട് കീറിയ ശരീരം, നമ്മുടെ പാപവും ശാപവും രോഗം അവൻ 39 അടി ഏറ്റിട്ട് പുറത്തെ ദേശം മുഴുവനും പറഞ്ഞുപോയി. അവിടുന്ന് ചോര ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. അത് വെറുതെ കളയാതെ ആ ചൂട് രക്തം എടുത്തിട്ട് നമുക്ക് നമ്മുടെ തലമുറകളുടെ മേൽ അയച്ചിട്ട് അവരുടെ മേൽ വലിയ വിടുതലിൻ്റെ അത് വചനം ചെന്ന് കൊള്ളുന്ന ഓരോ വ്യക്തിയിലും ഇത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചും മാത്രം. ആ ക്രൂശിൻ്റെ വിജയമാണ്. അനുഭവിച്ചിട്ടുള്ളവർക്ക്, കണ്ടറിഞ്ഞിട്ടുള്ളവർക്കും അടുത്തുള്ളവർക്കും മാത്രമേ അത് മനസ്സിലാകൂ. കർത്താവേ, ഇത് ജഡരക്തങ്ങളോടല്ല അപ്പച്ച, ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് ഇത് കണ്ടെങ്കിലേ ഇത് മനസ്സിലാകും. കർത്താവേ, ആത്മീക കണ്ണുകൾക്ക് നല്ല പ്രകാശമിട്ട് തന്ന് ആരാണ് ഈ ക്രൂശിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കൃപ തരണം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശാപത്തെ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ വലിയൊരു വിടുതൽ തന്ന് ഓർത്തിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് തന്നെയല്ല, ഞങ്ങളുടെ തലമുറകൾക്കും ഇന്ന് പ്രയോജനമായി. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും തന്നെയല്ല, അവിടെ വഴിയിൽ കൂടെ ദാവീദ് പുത്രനായി ജനിച്ചു വന്ന ക്രിസ്തുവിൽ കൂടെ അബ്രഹാമിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നതിനാൽ ഏദൻ തോട്ടത്തിലെ അനുഭവത്തിലേക്ക് ഭൂമിയിൽ സ്വർഗമുണ്ടാക്കുവാൻ ദൈവമക്കൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ നിന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട്. പൗലോസിന് ജയിലിലും സ്വർഗമുണ്ടാക്കാൻ, ജയിലിൽ വെച്ച് പോലും പൗലോസ് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് പുറമേയുള്ള നമ്മുടെ ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട. നമ്മുടെ ആത്മാവിനെ, ദേഹിയെ, നമ്മുടെ പ്രാണനെ നശിപ്പിക്കുന്ന ദുഷ്ടനെയാണ് നീ ഭയപ്പെടുന്നത്. എന്നേക്കുമായിട്ട് നിത്യ നരകത്തിനെ വിട്ടയക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നീ ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് കർത്താവ്, രക്ഷയുടെ ഉറവിടമായ നിന്നിലേക്ക് നോക്കുമ്പം ശയ്യാ 11:12 പറയുന്നുണ്ട്, രക്ഷയുടെ പാനപാത്രമെടുത്ത്, രക്ഷയുടെ വെള്ളം കോരിയെടുത്ത് അനേകർക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതാ നീ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നതിന് സ്തോത്രം. നന്മ എത്ര പറഞ്ഞാലും നിൻ്റെത് തീരത്തില്ല. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും തലമുറകളിലേക്ക് ഈ ജീവജലവും അപ്പച്ചൻ്റെ രക്തവും ഒഴുകും. പൗലോസ് കണ്ട ദൈവത്തിൻ്റെ പ്രതാപം, ആ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ തലമുറകളും ഞങ്ങൾ മനസ്സിലാക്കാൻ ഇടയാക്കണമേ. അത് പൗലോസിനെ പോലെ ഉറച്ചു നിൽക്കാനുള്ള ബലം. എവിടെയെല്ലാം പൗലോസായിരുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഉപയോഗിച്ചെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഉപയോഗിക്കണമേ. അതാ പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.